ഞാൻ നമ്മളിന്ന് ഈ ആൾട്ടോ 800 വീൽ ബെയറിംഗ് മാറ്റാൻ വേണ്ടിയാണ് പോകുന്നത്. കൂടാതെ തന്നെ ഈ വീൽ ബെയറിംഗ് കംപ്ലയിൻറ്റ് എങ്ങനെ മനസ്സിലാക്കാം, കൂടാതെ വീൽ ബെയറിംഗ് കംപ്ലയിൻ്റ് ആയാൽ വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടാവും, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീൽ ബെയറിംഗ് കംപ്ലയിൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഹൈവേ ഉള്ള റോഡാണ്. അവിടെ നമുക്ക് റബ്ബറൈസ്ഡ് റോഡായതുകൊണ്ട് ശബ്ദം നല്ല രീതിയിൽ മനസ്സിലാവും. ഒരു ഹമ്മിങ് നോയ്സാണ് നമുക്ക് വീൽ ബെയറിംഗ് പോയാൽ ഉണ്ടാവുക. കൂടാതെ ടയർ കംപ്ലയിൻ്റ് ആയാലും ഇതേപോലത്തെ ഹമ്മിങ് നോയ്സ് ഉണ്ടാവും. അത് മനസ്സിലാക്കണം, ഏതാണെന്ന് കറക്റ്റ് കണ്ടുപിടിക്കേണ്ടി വരും. ടയറിന് എന്തായാലും കൂടുതലായിട്ട് ശബ്ദം വരാനുള്ള ചാൻസ് കൂടുതലില്ല. അതായത് വീൽ ബെയറിംഗ് ആണ് ഫുൾ ടൈം ഉണ്ടാവും സൗണ്ട്. പിന്നെ വീൽ ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിയുടെ ടയറിൻ്റെ തേയ്മാനം കൂടാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ അലൈൻമെൻറ്റ് ചെയ്തത് മാത്രം കൊണ്ട് ടയറിൻ്റെ തേയ്മാനം ഇല്ലയെന്ന് ഒരു ധാരണ, അത് തെറ്റാണ്. വീൽ ബെയറിംഗ് നല്ലോണം പോയിട്ടുണ്ടെങ്കിൽ, വീൽ ഷേക്ക് ഉണ്ടെങ്കിൽ ടയറിൻ്റെ തേയ്മാനം ഉണ്ടാകും. വീൽ ബെയറിംഗ് കംപ്ലൈൻറ്റ് കണ്ടും കൊണ്ട് വണ്ടി ഒരിക്കലും ഓടിക്കരുത്. കാരണം വീൽ ബെയറിംഗ് ഒരുപാട് ഡാമേജ് ആയാൽ വീല് ചൂടാവാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ തന്നെ വീല് ഊരിപ്പോകാനുള്ള ചാൻസ് വരെ കൂടുതലാണ്. നിങ്ങൾ തേർഡ് ഗിയറിലിട്ട് വണ്ടി നല്ല സ്പീഡാക്ക്. വീൽ ബെയറിംഗ് മാറ്റാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഈ വീൽ നട്ട് 4 വഴി ലൂസ് ചെയ്ത് വെക്കണം. കൂടാതെ ഈ ആക്സിൽ നട്ടും കൂടി ലൂസ് ചെയ്ത് വെക്കണം. അയച്ചെടുത്താലും കുഴപ്പമില്ല, നമുക്കത് അയച്ചെടുക്കാം. മുപ്പതിൻ്റെ ബോക്സാണ് വരുന്നത് ആക്സിൽ നട്ടിന്. അത്യാവശ്യം നല്ല ടൈറ്റൊക്കെ ഉണ്ട്. സേഫ്റ്റിക്ക് വേണ്ടി സ്റ്റാൻഡ് എന്തായാലും വെക്കണം. ഈ ഷോക്കിൻ്റെ 2 ബോൾട്ടും പിന്നെ ഈ ബ്രേക്കിൻ്റെ പിന്നെ ലോവർ ആമിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഇത്തിരി ബോൾട്ടുകളാണ് അയക്കേണ്ടത്. ലോവർ ആമിൻ്റെ ഒരു 14 ബോൾട്ട് വേണം, അത് അയച്ചെടുക്കാം. ഇതാണ് സ്റ്റിയറിംഗ് നെക്കിളെന്ന് പറയുന്നത്. ഇതിനകത്താണ് വീൽ ബെയറിംഗ് വരിക.
ഇനി ഇത് നേരെ ലൈറ്റിൽ കൊണ്ടുപോയിട്ട് നമുക്കിത് മാറ്റാം. എങ്ങനെ പ്രസ് ചെയ്യുന്ന നോക്കാം. ഈ അടിച്ചിട്ട് അതിൻ്റെ ബോളുണ്ട് അടിക്കുമ്പോൾ ഈ ഓരോരോ സെറ്റ് അടിക്കുന്നു. ഇങ്ങനെ ഇത് 2 പീസല്ല ബോളിന് അടി വരും. ഈനെ കൊള്ളും. നമ്മൾ അടിക്കുമ്പോൾ ഇവിടെല്ലാം കൊള്ളും. ജാലിക്കെല്ലാം അടി വരും. ഷോറൂമിൽ അടിച്ചിട്ടിടുന്ന അല്ലേ? അടിച്ചതെങ്കിൽ അത് അവർ കറക്റ്റ് ഒരു കട്ടാക്കി ആക്കിയിട്ട് അതിനോട് അടിച്ച് കയറ്റും. അത് എല്ലാം മെക്കാനിക്കുമാർ ചിലപ്പോൾ അടിച്ച് കയറ്റും. പക്ഷേ ഈ അറിയാത്ത പിള്ളേർന്ന് വെച്ചാൽ അടിയിൽ ശേഷം മാത്രമേ ആ ഒരു പുസ്തകം പറഞ്ഞാൽ അത് പുസ്തകം പിന്നെ അത് പോകില്ല. ഒതുക്കാണ് അടിക്കുന്നത്. പുതിയ വേരിങ് അടിച്ചിരുന്നത് അത്ര പെർഫെക്റ്റ് കിട്ടൂല. അടിച്ചിട്ട് കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് കിട്ടൂല. ഒരു പിടുത്തം പിടിച്ചിട്ട് പിന്നെ ചെറിയ ക്രോസ് ഉണ്ടെങ്കിൽ രണ്ടാമത് റിലീസാക്കിയിട്ട് അടിക്കുമ്പോൾ ആ ക്രോസ് അവിടെ മറ്റേ അടിച്ച് കയറ്റുമ്പോൾ ഇവിടെ